ദിവിഷ് മോഹൻലാൽ തന്നെ ഈ സംഘടനയുടെ പ്രസിഡന്റായി തുടരണം എന്നൊരു അഭിപ്രായമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശക്തമായ അംഗങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നത്. അഡ്ഹോക് കമ്മിറ്റി പിരിച്ചുവിടുന്നു എന്നതിന് മുമ്പ് തന്നെ മോഹൻലാൽ തന്നെ തുടരണം, ഒരു തെരഞ്ഞെടുപ്പ് പോലും വേണ്ട പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, പകരം മോഹൻലാൽ തുടരട്ടെ, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ജനറൽ ബോഡി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ മോഹൻലാൽ ഇതാണ് ഇത്തവണ മത്സര രംഗത്തില്ല, പ്രസിഡന്റായി തുടരാനില്ല എന്നൊരു പ്രഖ്യാപനം നടത്തുകയായിരുന്നു ഉണ്ടായത്. അതിനുശേഷമാണ് ഈ മത്സര ചിത്രം തെളിയുന്നത്. ജഗദീഷ് കൂടി മത്സര രംഗത്തേക്ക് വരുന്ന തരത്തിലേക്ക് പുതിയൊരു ചിത്രമായിരുന്നു അമ്മ സംഘടനയ്ക്കകത്തുണ്ടായിരുന്നത്. പക്ഷേ ജഗദീഷ് പിന്മാറിയതോടെ ദേവനോ അല്ലെങ്കിൽ ശ്വേത മേനോനോ ഇതിൽ ആരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതാണ്. ദേവൻ മുതിർന്ന അംഗമാണ്, മുതിർന്ന താരമാണ്, നേരത്തെ തന്നെ എല്ലാവരുമായി പരിചയമുള്ള ആൾ കൂടിയാണ്. ശ്വേതാ മേനോൻ ഒരു വനിതാ മുഖം, ഇതായിരുന്നു ഈ രണ്ടുപേരെയും വേറിട്ട് നിർത്തിയത്. അവിടെയാണ് അംഗങ്ങൾ ശ്വേതാ മേനോനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ശക്തമായ നിലപാടുകൾ തന്നെ കൃത്യമായി തന്നെ പറയുന്ന വ്യക്തിയാണ് ശ്വേതാ മേനോൻ. അതിനൊപ്പം തന്നെ കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അൻസിബ ജോയിന്റ് സെക്രട്ടറിയായി നേരത്തെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ലക്ഷ്മി പ്രിയയും അതോടൊപ്പം തന്നെ ജയൻ ചേർത്തലയും ഏതാണ്ട് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വനിതാ മുഖങ്ങൾ കീ പോസ്റ്റുകളിലേക്ക് വന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ എടുത്തു പറയേണ്ടതുണ്ട്. ഇനിയുള്ളത് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലടക്കം തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്നു. പക്ഷേ ഈ നിരവധി ആരോപണങ്ങളൊക്കെ സംഘടന നേരിടുമ്പോൾ, അതായത് മെമ്മറി കാർഡ് വിഷയമൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എന്തായിരിക്കും? കാരണം വനിതാ അംഗങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ, പരാതികളൊക്കെ രേഖപ്പെടുത്തി വെച്ച് റെക്കോർഡ് ചെയ്തൊരു മെമ്മറി കാർഡ് വിഷയത്തിലാണ് കുക്കു പരമേശ്വരനെതിരെ അടക്കം ആരോപണങ്ങൾ ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ എന്ത് നിലപാടായിരിക്കും സംഘടന സ്വീകരിക്കുക? ഒരു പരിഹാരം ഉണ്ടാകുമോ? ആ മെമ്മറി കാർഡ് എവിടെ എന്നതിൽ ഒരു കണ്ടെത്തൽ ഉണ്ടാകുമോ, തീരുമാനം ഉണ്ടാകുമോ എന്നൊക്കെ നോക്കിക്കാണുന്നുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്ത് വന്നിരിക്കുന്നവർ എന്ത് നിലപാട് ഇക്കാര്യങ്ങളിൽ എടുക്കുമെന്നുള്ളത് നിർണായകമാണ്. എന്തായാലും ഒരു തലമുറ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നതുകൂടി എടുത്തു പറയണം. ഇന്നസെന്റ് മോഹൻലാലൊക്കെ നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന ഒരമ്മ സംഘടന അവിടെ നിന്ന് പുതിയൊരു തലത്തിലേക്ക് മാറിയിരിക്കുന്നു. യുവമുഖങ്ങളുണ്ട്, വനിതാ മുഖങ്ങൾ നേതൃനിരയിലേക്ക് വന്നിരിക്കുന്നു. അതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എടുത്തു പറയേണ്ടത്. ശ്വേതാ മേനോൻ, കുക്കു പരമേശ്വരൻ, അൻസിബ, അതോടൊപ്പം തന്നെ ലക്ഷ്മിപ്രിയ, ജയൻ ചേർത്തല അടക്കമുള്ള ആളുകൾ എക്സിക്യൂട്ടീവ് ഈ അമ്മയുടെ ഭരണസമിതിയിലേക്ക് വന്നിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ രീതിയിലാണ് ഇത് വേറിട്ട് നിൽക്കുകയും ചെയ്തത്. അങ്ങനെ ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ലക്ഷ്മിപ്രിയയും ജയൻ ചേർത്തലയും എത്തുന്നു. ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരൻ വിജയിക്കുന്നു. രവീന്ദ്രനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത്. ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി ശിവപാലാണ് വിജയിച്ചത്. അങ്ങനെ നേതൃനിരയിൽ സ്ത്രീകളുടെ വലിയൊരു സാന്നിധ്യം ഉണ്ടാകുന്നു അമ്മയുടെ തലപ്പത്ത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയും കുക്കു പരമേശ്വരനും അൻസിബയും ഒക്കെ ഏറ്റവും നേതൃനിരയിൽ വരുമ്പോൾ തീർച്ചയായും അമ്മ എന്ന സംഘടന വലിയ മാറ്റങ്ങൾക്ക്, അതിൻ്റെ പ്രവർത്തന ശൈലിയിൽ അല്ലെങ്കിൽ കാര്യങ്ങളിൽ ഇടപെടുന്ന നിലയിൽ ഒക്കെ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവിടുന്ന് താരങ്ങൾ ധർമ്മജൻ നേരത്തെ അദ്ദേഹത്തിന് താരങ്ങൾ പുറത്തു വരികയാണ്. ഒരു രക്ഷപ്രതികരണങ്ങൾക്ക് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഔദ്യോഗികമായി അല്പ മിനിറ്റുകൾക്കകം തന്നെ മാധ്യമങ്ങളെ കണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേതൃത്വം പങ്കുവയ്ക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്.